പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. അവിടെ പോയിട്ട് വൻമതിലാണല്ലോ നമ്മൾ. ചൈന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ചൈനീസ് വൻമതിലാണ്. അവിടെയൊക്കെ എന്തായാലും പോയി കാണുമല്ലോ അല്ലേ? അവിടെ പോയി. എന്തൊക്കെയായിരുന്നു കാഴ്ചകൾ അവിടെ? അന്ന് മഴയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ബീജിങ്ങിൽ മൊത്തം മഴയായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ വൻമതിലിൻ്റെ എല്ലാവിധ അത്ഭുതം നമുക്ക് മനസ്സിലേക്ക് കിട്ടാൻ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പോർഷൻ മാത്രമേ ഒരു സ്ഥലത്ത് നിന്ന് കാണുന്നുള്ളൂ. ഈ വൻമതിൽ പിന്നെ ചന്ദ്രനിൽ വരെ നോക്കിയാൽ കാണാവുന്ന ഒരു അത്രയും വലിപ്പമുള്ള ഒരു സാധനം. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മതിലല്ല, വളഞ്ഞും പൊളഞ്ഞും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ഒരു സ്ഥാനത്ത് വരെ നമുക്ക് കാഴ്ച എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ രീതിയിലുള്ള അത് ഉൾക്കൊള്ളാൻ നമുക്ക് ആ ഫീല് കിട്ടുന്ന ഒരു സംശയമാണ്. പിന്നെ നമ്മൾ പോയ സമയത്ത് ആൾക്കാർ വളരെ കുറവായിരുന്നു മഴ കാരണം. പക്ഷെ അവിടത്തേക്കുള്ള ഇത് ശരിക്കും ഫ്ലൈറ്റ് എന്നൊക്കെ കാണുമ്പോഴായിരിക്കും അതിന്റെ പൂർണ്ണമായിട്ട് അതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവും. അത് ഏകദേശം അതിന്റെ ബ്രാഞ്ചസും എല്ലാം ചേർന്നിട്ട് 21,000-ൽ പരം കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. പ്രധാനമായിട്ടും ഈ ചൈനീസ് ജനതയുടെ അധ്വാനത്തിന്റെ ഒരു വലിയ പ്രതീകമാണത്. അവർ ഇന്നും അധ്വാനത്തിന്റെ മഹത്വം ശരിക്കും തിരിച്ചറിഞ്ഞവരാ. ചൈനയിലേക്കുള്ള യാത്ര സമ്പൂർണവും സാർത്ഥകവുമായി തീരുക ഒരുപക്ഷെ വൻമതിൽ നേരിട്ട് കാണുകയും അതിനു മുകളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിൻ്റെ ഇഷ്ടികകൾക്ക് മുകളിൽ ചവിട്ടി നിൽക്കുമ്പോൾ മാത്രമായിരിക്കും എന്ന ചിന്തയാണ് ഈ യാത്രയിൽ എൻ്റെ മനസ്സിലുള്ളത്. ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് യാത്ര. ബീജിങ്ങിൽ നിന്ന് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലേക്കുള്ള യാത്രക്കിടയിലാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമത്തിൻ്റെ പേര് പൂഹായ് എന്നാണത്രേ. പുറകിൽ കാണുന്ന മരങ്ങൾ ചെറിയൊരു അത്ഭുതം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം നമ്മൾ ദുബായിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഡേറ്റ്സിൻ്റെ മരം അത് പനയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കാണുന്ന എല്ലാ മരങ്ങളും ചൈനീസ് ഡേറ്റ്സ് ഉണ്ടാക്കുന്നതാണെന്നുള്ളത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി. കാരണം ഡേറ്റ്സിൻ്റെ മരത്തിനെ പറ്റിയിട്ടുള്ള നമ്മുടെ സങ്കല്പമേ മാറിപ്പോകുന്നതാണ്. ഈ ബീജിങ്ങിലെ നഗരത്തിന് ആവശ്യമായ എല്ലാ പഴങ്ങളും ഇവിടെ നിന്നാണ് അത്രയും പോകുന്നത്. ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടേതാണെന്നും പറയുന്നുണ്ട്. അതെന്ത് കളിയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കവിടെ ഈ വേലിക്കപ്പുറത്തേക്ക് കടക്കാനുള്ള പ്രവേശനം ശ്രമിച്ചിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഈ മരങ്ങൾ എന്ന് പറയുന്നത് ഒരു രസകരമായ കാഴ്ചയാണ്. നമ്മുടെ സങ്കല്പം തെറ്റിച്ച് കളഞ്ഞ ഒരു കാഴ്ചയാണിത്. ഇതിലൊക്കെ ഇപ്പോൾ ഇതിൽ ഡേറ്റ്സ് ആയിട്ടില്ല, സീസണല്ല. ആഗസ്റ്റ് മാസമൊക്കെ ആവുമെന്നാണ് പറയുന്നത്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസമൊക്കെ ആവുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഗ്രാമം നമുക്ക് നൽകുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഇത്രയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിൻ്റെ പൂക്കളും ഇതൊക്കെ കണ്ടില്ലേ,
അതൊക്കെ എന്ത് ചെടിയാണെന്നുള്ളത് ചോദിച്ചതിന് ശേഷം ഞാൻ അടുത്ത തവണ പറയാം. ഏതായാലും ഈ ഡേറ്റ്സ് ഒന്ന് കാണും, ഈ മരങ്ങൾ മുഴുവൻ കാണും. ബീജിങ്ങിൽ നിന്ന് പൂഹൈ വരെ വളരെ മനോഹരമായ ഹൈവേയും എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോ കാഴ്ചകളും റോഡിൻ്റെ ഇരുവശത്തുള്ളതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും രസകരമായ അല്ലെങ്കിൽ വളരെ വൃത്തിയുള്ള റോഡുകളും കാര്യങ്ങളൊന്നും അധികം കാണാനില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഒരു ചെറിയ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ആ വിഷമം ഇവിടെ ഞാൻ നേരത്തെ കണ്ടത് നിങ്ങൾ കണ്ടല്ലോ, ചൈനീസ് ടോയ്ലറ്റിൽ കയറിയപ്പോൾ തീർന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ സാമാന്യം വൃത്തികെട്ട ഒരവസ്ഥയിലാണ് ആ ടോയ്ലറ്റ് കിടക്കുന്നത്. മൂട്ടേയു എന്ന് പറയുന്ന ഗ്രാമത്തിലെ നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ പ്രവേശന കവാടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഇവിടെ മാധ്യമ നിയന്ത്രണങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നതെങ്കിലും അങ്ങനെ കാര്യമായ തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ചെയർമാൻ മാവോ സേതുങ് വിശ്വസിച്ചിരുന്നത് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അങ്ങനെ ചരിത്രപരമായ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട ഒരു സ്ഥാപനമല്ല എന്നാണ്. കാരണം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ആ കാലത്ത് ചക്രവർത്തി ഉണ്ടാക്കിയ ഒരു മതിൽ മാത്രമാണ്, അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ചൈനയിലെ ആളുകൾ ഈ ടൂറിസത്തിൻ്റെ പ്രാധാന്യവും അത് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയ്ക്ക് വഹിക്കാൻ കഴിയുന്ന പങ്കും തിരിച്ചറിഞ്ഞപ്പോൾ ഈ പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്ന ഈ മതിൽ നന്നാക്കാനും സന്ദർശകർ വരാനും, അപ്പോൾ ഇപ്പോൾ ആയിരക്കണക്കിന് സന്ദർശകർ ഓരോ ദിവസവും ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല തിരിച്ചറിവായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വൻമതിലേക്കുള്ള യാത്രാമധ്യേ ചെറിയൊരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പക്ഷേ ഇത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത പോലെയുള്ള ഒരു ആർട്ട് വർക്കാണ്. നന്നായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. വൻമതിലിലേക്കുള്ള പ്രവേശന പാസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് വൻമതിലിൻ്റെ ചരിത്രം പറയുന്ന മ്യൂസിയമാണ്. വെറുതെ അതിലൂടെ നടന്നു കയറി വൻമതിൽ കാണാനുള്ള ആവേശത്തിൽ ഞാൻ മ്യൂസിയം വിട്ട് പുറത്തേക്കിറങ്ങി. തെരുവ് നിറയെ കച്ചവടക്കാരും അവരെ സഹായിക്കുന്ന നായ്ക്കളും ഒക്കെ നമുക്ക് കാണാം. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും രസകരമായ ഭംഗിയുള്ള ഒരു ടൂറിസ്റ്റുകൾക്കുള്ള ഒരു വിപണന കേന്ദ്രമാണ്. ശരിക്കും പറഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളും നല്ല ഭംഗിയാണ്, കെട്ടിടങ്ങളും എല്ലാം എന്താ പറയുക, ഒരു ഇങ്ങനെ ഒരു ചിത്രകാരൻ്റെ പെയിൻറ്റിങ് പോലെ ഉള്ള ഒരു സ്ഥലമായിട്ടാണ് ഒരു സ്ട്രീറ്റ്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടുള്ള ഒരു നല്ല കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം. ഗ്രേറ്റ്
ഗ്രേറ്റ് വാളിൻ്റെ അടുത്തെത്താൻ ഷട്ടിൽ ബസ്സുകൾ ഇവിടെ ധാരാളം നിർത്തിയിട്ടിട്ടുണ്ട്. ആ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണിപ്പോൾ നമ്മുടെ അതിന് ടിക്കറ്റുണ്ട്, പൈസ കൊടുക്കണം. വെറുതെ ബസ്സിൽ കയറാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ, അവർക്ക് ചിലവുള്ളതല്ലേ, നമ്മൾ ശ്രദ്ധിക്കണ്ടേ. വൻമതിലിൻ്റെ മുകളിൽ കയറാനുള്ള റോപ്പ് വേ വരെ ഒരു ബസ് സർവീസുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ളവരോടൊപ്പം ഞാനും ആ ബസ്സിൽ കയറി. ചിലപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സ്വപ്നമാണോ എന്ന്. മഴ പെയ്തൊഴിഞ്ഞ പാതയിലൂടെ മലനിരയിലൂടെ ഒരു ബസ് യാത്ര, അതും വിഖ്യാതമായ വൻമതിൽ നേരിൽ കാണാനുള്ള യാത്ര. ബസ് ഇറങ്ങി റോപ്പ് വേയിലേക്ക് ഒരു കുന്ന് കയറണം. കയറാൻ സാധിക്കാത്തവർക്കായി റിക്ഷാവാലകളുണ്ട്. കണ്ടിറങ്ങി വരുന്നവരുടെ ഇടയിലൂടെ ഞാൻ ആ കുന്ന് കയറി. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ദിവസേന സന്ദർശകരായിട്ട് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ബസ് ഇറങ്ങി റോപ്പ് വേയിലേക്ക് ഒരു കുന്ന് കയറണം. കയറാൻ സാധിക്കാത്തവർക്കായി റിക്ഷാവാലകളുണ്ട്. കണ്ടിറങ്ങി വരുന്നവരുടെ ഇടയിലൂടെ ഞാൻ ആ കുന്ന് കയറി. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ശബരിമല കയറുന്നത്. അപ്പം ആ കയറ്റം എന്ന് പറയുന്നത് തന്നെ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തും നിന്നാണ് കയറിയത്. അന്ന് കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നു. ഈ പ്രായത്തിൽ അതേപോലത്തെ ഒരു മല കയറുന്ന അവസ്ഥയാണ് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ അടുത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കിതപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ ഇടയ്ക്കൊന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. വേറൊന്നും ധരിക്കരുത്, യാത്ര തുടരും. അല്ലെങ്കിൽ ഇവിടെ റോപ്പ് വേ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അത് മലമ്പുഴയിലേക്കുള്ളത് പോലത്തെ സംഗതിയായിരിക്കും തോന്നുന്നു. അതിനുള്ളൊരു ഏർപ്പാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയായാൽ വലിയ തളർച്ചയില്ലാതെ ചിലപ്പോൾ അതിൻ്റെ മേലെ എത്താൻ പറ്റിയേക്കും. വൻമതിലിലേക്കുള്ള റോപ്പ് വേ വലിയൊരു അനുഭവമാണ്. ഒരിക്കലും ആവർത്തിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു അനുഭവം. അഗാധമായ ഗർത്തങ്ങൾക്ക് മുകളിലൂടെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ക്യാബിനുകളാണ് റോപ്പ് വേ തിരഞ്ഞെടുത്തവരെ കാത്തിരിക്കുന്നത്. പകുതി ദൂരം കണ്ണടിച്ചിരുന്ന ഞാൻ കണ്ണു തുറന്നപ്പോൾ അങ്ങകലെ എനിക്ക് വൻമതിൽ തെളിഞ്ഞു നിൽക്കുന്നത് കാണാമായിരുന്നു. എങ്ങനെയൊക്കെയോ ഈ റോപ്പ് വേ പരീക്ഷണം കടന്നുകൂടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ശത്രുക്കളിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ളൊരു ക്ലോസ്ഡ് സിസ്റ്റം ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. അപ്പോൾ ആ വിചാരത്തിൻ്റെ ആദ്യത്തെ, ചൈനീസ് വിചാരത്തിൻ്റെ ആദ്യത്തെ ഒരു സിമ്പലായിട്ട് വേണമെങ്കിൽ ഈ മതിലിനെ കാണാവുന്നതാണ്.
2000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ BC 221 ഈ ഗ്രേറ്റ് വാൾ നിർമ്മിച്ചത്. അതായത് അന്നത്തെ ചക്രവർത്തിയായിരുന്ന കിങ് ഷിങ് വാങ് അദ്ദേഹത്തിൻ്റെ ആലോചനയിലാണ് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയെടുത്തത്. കാരണം ഈ മതിലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വലത് ഭാഗത്ത് അന്ന് ചൈനയും ഇടത് ഭാഗത്ത് മറ്റൊരുപാട് ശത്രു രാജ്യങ്ങളുമാണ് എന്ന് ചക്രവർത്തി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ശത്രുക്കളെ നേരിടാനും ഇങ്ങോട്ട് ചൈനയിലേക്ക് കയറ്റാതിരിക്കാനും വേണ്ടിയുള്ള വലിയൊരു പ്രതിരോധം എന്ന നിലക്കാണ് ഈ മതിൽ നിർമ്മിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇവിടെ പല പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 600 വർഷങ്ങൾക്ക് മുമ്പ് ഇഷ്ടികകളൊക്കെ ഉപയോഗിച്ച് ഒരു റിനോവേഷൻ നടത്തിയിരിക്കുകയാണ്. കാരണം പിന്നെ അതാണ് നമ്മൾ കാണുന്നത്. ഇത് 600 വർഷം പഴക്കമുള്ള ഇഷ്ടികകളാണ്. ഇത് കാലപ്പഴക്കം വന്നതിനാൽ കുറേ ഭാഗം ഇടിഞ്ഞു പോയതിൻ്റെ പേരിൽ അവർ നന്നാക്കിയെടുത്തതാണ്. അപ്പോൾ ഇപ്പോഴേ ശത്രുക്കളെ നിയന്ത്രിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഇതുപോലെ ഒരു മതിൽ വിഭാവനം ചെയ്തതുപോലെ തന്നെ പല കാര്യങ്ങളും ഇന്നത്തെ സർക്കാരും മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ശത്രുക്കളിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ളൊരു ക്ലോസ്ഡ് സിസ്റ്റം ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. അപ്പോൾ ആ വിചാരത്തിൻ്റെ ആദ്യത്തെ ചൈനീസ് വിചാരത്തിൻ്റെ ആദ്യത്തെ ഒരു സിമ്പലായിട്ട് വേണമെങ്കിൽ ഈ മതിലിനെ കാണാവുന്നതാണ്. ഈ മതിലിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലുള്ള വാച്ച് ടവർ ഉണ്ട്. ശത്രുക്കൾ ആ ഭാഗത്തു നിന്ന് വരുന്ന ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം മൃഗങ്ങളുടെ സ്കിന്നും അതിൻ്റെ വിസർജ്യം എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം സാധനം ഉണക്കിയിട്ട് കത്തിച്ചിട്ടാണത്രേ ഈ സിഗ്നലുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലുള്ള വാച്ച് ടവേഴ്സിൽ പിന്നെ സൈനികരുണ്ടായിരുന്നു, ചക്രവർത്തിയുടെ സൈനികർ. അപ്പോൾ അവർക്ക് വിവരം കിട്ടുകയും അവർ അലർട്ടാകുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ 6400 കിലോമീറ്ററിൽ കിടക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഇതിന് ബ്രാഞ്ചസും ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാം കൂടി ശരിക്കും പല ശാഖകളിലായിട്ട് 21,000-ലധികം കിലോമീറ്റർ ദൂരത്തിൽ നമ്മുടെ ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഉണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാലും ഒരു വല്ലാത്തൊരു മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ എത്ര വർഷങ്ങളിൽ എത്ര ആളുകൾ അധ്വാനിച്ചിട്ടായിരിക്കും ഇത്രയും ഭീകരമായ ഒരു സാധനം അവർ നിർമ്മിച്ചിട്ടുണ്ടാവുക. അവരുടെ ആ മനുഷ്യരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഭീതി എന്തായിരുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ സ്വന്തം സുഖലോലുപതയ്ക്കും സ്വന്തം സ്വത്ത് സംരക്ഷിക്കുന്നതിനും വേണ്ടി അവർ എത്ര വലിയൊരു സാഹസമാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തടവുകാരെ കൊണ്ടും കുറ്റവാളികളെ കൊണ്ടും ഒരുപാട് ഉപദ്രവിച്ചിട്ടൊക്കെയാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നത് എന്നാണ് കേൾക്കുന്നത്. H.G. വെൽസ് പറയുന്നത് ഇത്രയധികം മനുഷ്യപ്രയത്നം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ചരിത്ര സ്മാരകം ഇതല്ലാതെ വേറെ ലോകത്ത് എവിടെയുമില്ല എന്നാണ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അത് നമ്മുടെ നാട്ടിലുള്ള വലിയ എയർപോർട്ടിനേക്കാളും വലിപ്പമുണ്ട്.
നന്ദി